ഓക്കെ, അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ലുക്ക്. ന്യൂ ഇയർ പഴയ 5 മിനിറ്റ് റെഡി ആയത് കേട്ടോ. എനിക്ക് മുടിയൊന്നും അത്ര സെറ്റാണ്, കുറച്ച് കഴിയുമ്പോൾ അഴിച്ചിടും. ഞാൻ ഇൻട്രോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് വേഗമായിരുന്നു റെഡി ആയത്. അപ്പം ഞാൻ വന്നിട്ട് ഇതിന് ഇൻട്രോ ഞാൻ ആദ്യം പറയുന്നുണ്ടാവും. ജസ്റ്റ് ഞാൻ ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു, അതായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. എത്രത്തോളം വീഡിയോസ് ഞാൻ എടുക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ MRTയിലാണ് പോകുന്നത്. ഭയങ്കര തിരക്കാണെന്ന്, എല്ലാവരും MRT കാണാൻ പോവല്ലേ, അപ്പം നല്ല തിരക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ചെറിയൊരു ടോപ്പും ഒരു ബിഷപ്പ് സ്ലീവൊക്കെ വരുന്നൊരു ടോപ്പൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇതൊരു കുഞ്ഞു ബോയ് ഞാൻ എല്ലാത്തിനോടും വെക്കും. എനിക്ക് ആകെ ഈ ഒരു ബോയേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഹെയർ സ്റ്റൈൽ അത്രയും കണ്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അഴിച്ചിടും. ഫോണിൽ കാണാൻ അത്ര രസമില്ല, നേരിട്ടാണോ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അപ്പൊ നമ്മള് ഹേ ഗൈസ്, അപ്പൊ നമ്മള് ന്യൂ ഇയർ സെലിബ്രേഷന് പോവാണ്. ഓക്കെ, പോയിട്ട് ഞാനിന്ന് ഷോർട്സ് എടുക്കാന്ന് വെച്ചു. ഞാൻ ഇത് ഇടുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടി. നിന്റെ മറ്റു കഴിഞ്ഞ് ഇതിടാമേ. ആ എടി പോന്ന്. ഓക്കെ, ഞാൻ എന്റെ ഹെയർ സ്റ്റൈൽ മാറ്റി ഗൈസ്. നീ എടുത്തായിരുന്നു നേരത്തെ റിബൺ, ഇപ്പൊ റിബൺ ഇതാ ഇവളെ തലയിലാക്കി. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ MRTയിലാണ് പോകുന്നത്. ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുന്നത് ഭയങ്കര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ചധികം പേരായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. നല്ല വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ പോകാനായിട്ട്. ഞാൻ MRT തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1 hour ഇരിക്കാനുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വലുതായിട്ടൊന്നുമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെയാണ്. ഞാൻ അത് ചെറുതായിട്ട് കുറച്ച് നേരത്തേക്ക് ഞാൻ അത് കാണിക്കാം. പിന്നെ ഞാൻ അങ്ങ് എത്തുമ്പം ബാക്കി കാര്യങ്ങൾ പറയാം. അല്ല, ഇത് ന്യൂ ഇയർ അല്ല. ഒന്നര മണിക്കൂർ ഗൈസ്, എനിക്ക് എങ്ങനെ എന്റെ പല്ലൊക്കെയാണ് കാണുന്നത്. അങ്ങനെയാണ് എന്റെ ഫോണിൽ ഇരിക്കുന്നത്. മെക്ഡോണൾഡ്സ് മേടിച്ചു അവിടെ പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ഡ്രിങ്ക് മേടിക്കാൻ പോവുകയാണ്. ടിം ഹോട്ടൻസിൽ ഡ്രിങ്ക് മേടിക്കാൻ വന്നേക്കാണ് കേട്ടോ. മേടിക്കാം. ഇത് സ്റ്റാർബക്സ് പോലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. അതായത് ഇതേപോലുള്ള മഫിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും മേടിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഡ്രിങ്ക് മാത്രം. ന്യൂ ഇയർ അവിടെ പോയി നിൽക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതായിരുന്നു കേട്ടോ എൻട്രൻസ് എന്ന് പറയുന്നത്. ഭയങ്കര തിരക്കായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. സിംഗപ്പൂരിലെ മെയിൻ ഫയർ വർക്ക് കാണണമെങ്കിൽ MBS പോകണം കേട്ടോ. പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ബീച്ചിലാണ്. നോർമൽ ഒരു ഫയർ വർക്ക് മാത്രമായിരിക്കും. നമ്മൾ എപ്പോഴും MBSലാണ് പോകാറുള്ളത്. ഇന്നൊരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് സെൻതോസ എക്സ്പ്രസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത്. അതൊരു കുഞ്ഞു ട്രെയിനാണ് കേട്ടോ, അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലത്തെത്തി. ഇവിടെ അല്ലാണ്ടും കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ബങ്കി ജമ്പൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഈ 2 ബീച്ചുണ്ട്, സിലോസോ ബീച്ചും ഉണ്ട്, പൽവാൻ ബീച്ചും ഉണ്ട്. നമ്മൾ പൽവാൻ ബീച്ചിലായിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം സിലോസോ ബീച്ചിൽ ഒരുപാട് പേര് പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാണ്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള ബീച്ചിലോട്ട് പോയി കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഫൈനലി എത്തി. ഭയങ്കര തിരക്കായിരുന്നു. ഇതിപ്പോ പറയുന്നൊന്നും കേൾക്കത്തില്ല, പിന്നെ പറയാം. ഉറക്കെ പറഞ്ഞാൽ മതി. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കി പോവാണ്. പടക്കം പൊട്ടുമെന്ന് കണ്ടറിയാം. എല്ലാവരും പോയതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുന്നു. ഇതാണ് നമ്മൾ വന്ന ബീച്ച്. ഓക്കെ, എന്നെ വണ്ടി ഇടിച്ച് ആ പരിപാടിക്ക് വന്നിരുന്നെങ്കിൽ കടന്ന് തുള്ളി മറിച്ചേനുണ്ട്. വിജയുടെ അല്ലേ? എനിക്ക് പിടിക്കാറുള്ളൂ ചേച്ചി. കുറച്ച് കഴിയുമ്പോ എല്ലാവരും പുറകെ വരുന്നുണ്ട്.
ഗൈസ് നമ്മളിപ്പം ഇതാണ് വ്ളോഗറൊക്കെ പലവാൻ ബീച്ചിലോട്ട് പോകും. പല്ലാനത്ത് മണി 11 മണിയായിട്ടുണ്ട്, 11:30 ആയിട്ടുണ്ട്. 12 മണിക്കാണ് എടുക്കട്ടുണ്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇനി കുറച്ച് മെക്ക് മേടിച്ചിട്ടുണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കാം. ഇതിപ്പോ നമ്മള് പോകുന്ന ബീച്ചിലാണ് കേട്ടോ. എന്താണ് എല്ലാരും ഇങ്ങനെ വളരെ ദൂരം നടന്നേ. ഫൈനലി ഇതാണ് ഞാൻ പറഞ്ഞ ബീച്ച് കേട്ടോ. ഇവിടെ എല്ലാവരും സ്ഥലം പിടിച്ചൊക്കെ നേരത്തെ വന്നിരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളൊരു സ്വഭാവമാണ്, ഞങ്ങൾ എവിടെ പോയാലും ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാറില്ല. ഞങ്ങളൊരു പായൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇവിടെ വന്ന് മര്യാദയ്ക്ക് ഇരിക്കാറ്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ സൈഡിലൊക്കെ പോയിരുന്നു, നമ്മൾ മേടിച്ച മെക്ഡോണൾഡ്സ് ഒക്കെ കഴിച്ചു, വിശപ്പൊക്കെ അടക്കി. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ 2026 നമുക്ക് കിടക്കാം. ഫയർ വർക്ക് ഉടനെ തന്നെ തുടങ്ങും. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് മിനിറ്റ്സും കൂടെ ബാക്കിയുണ്ട്. നമ്മൾ 2026 ഞങ്ങൾ തിരിച്ച് വീട്ടിനകത്ത് കയറാൻ പോവേണ്. ഞാനും ഗാദു ആന്റിയും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈ വർഷം വേണം ഇനി തിരിച്ച്. വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറുന്ന ഗൈസ്. നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്, അതുകൂടെ കണ്ടിട്ട് പോവാം. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റും. അങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ ഇങ്ങനെ DJ ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. ഒരു ഫ്രീ DJ ഒക്കെ ഉണ്ടായിരുന്നു, DJ പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായി. അപ്പോൾ എൻട്രൻസ് അവർ ക്ലോസ് ആക്കിയായിരുന്നു. അങ്ങനെ എല്ലാം ഞങ്ങളിങ്ങനെ പുറമേ കണ്ട് ഒന്നിലും കയറാൻ പറ്റാത്ത സങ്കടത്തിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എന്തായാലും കുഴപ്പമില്ല, 2026 എന്തായാലും നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു 4 വർഷത്തിന് ശേഷമുള്ള ന്യൂ ഇയർ പാർട്ടിയാണ് കേട്ടോ. എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 4 വർഷം ഈ ഒരു ദിവസം. പക്ഷേ ഈ ഒരു വർഷം എനിക്ക് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റി. എന്തായാലും നല്ല ഹാപ്പിയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഗൈസ്, നമ്മള് ഒന്നും എടുത്തില്ല വീഡിയോ. ക്യാമറ ഉടക്കിയോ? നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. എടുത്തില്ലേ? ഇല്ലമ്മ. ഒന്നാമത്തെ കാര്യം ഗൈസ്, നമ്മള് വിചാരിച്ചത് എനിക്ക് ഫ്രീ DJ ഉണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. ജസ്റ്റ് ഫയർവർക്കിന് അവിടെ പോവാന്നും പറഞ്ഞ് വന്നതാണ്. എന്നിട്ട് ഒന്നും കണ്ടില്ല. വെളിയിരുന്ന് കണ്ട് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു മതില് ചാടാൻ പോയപ്പോ മതില് ചാടാൻ പറ്റുന്നില്ല. സെക്യൂരിറ്റി ഒന്ന് പിടിച്ച്. പിന്നെ അവിടെ ഭയങ്കര ആംബുലൻസും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മള് തിരിച്ചു വന്നു. നമ്മള് വീട്ടിൽ പോവാൻ പോകുന്നു. തെരുവോരങ്ങളിൽ, വിവോസിറ്റി തെരുവോരങ്ങളിൽ രാത്രി 2 മണിക്ക് ശേഷം MRT ഇല്ല. അപ്പൊ നമ്മള് ഇവിടെ ഇരിക്കുന്നു. അയ്യോ, എനിക്ക് ഓല അവിടെ അല്ലേ മഴ പൊടിയുന്നല്ലേ. കൊറേ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് വണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നല്ല രസമായിരുന്നു. എല്ലാരും കൂടെ ആയിരുന്നോണ്ട് നമുക്ക് ബസ് അടിച്ചേ ടാക്സി എടുത്ത് വീട്ടിൽ പോവാം. മഴ പെയ്യുന്നു. ഒരുമിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ വീടെത്തിയിട്ട് കാണാം. വീടെത്തിയിട്ട് ഉറങ്ങണം.